പ്രഭു ശ്രീരാമന്റെയും സീതാമാതാവിന്റെയും വിവാഹം നിശ്ചയിച്ചപ്പോൾ എല്ലാ ദേവീദേവന്മാരും ആ വിവാഹം കാണാൻ ആഗ്രഹിച്ചു. മഹാദേവനും മാതാ പാർവതിയും ഒരു കൂട്ടം സന്യാസിമാരുടെ വേഷത്തിൽ യാത്ര തുടങ്ങി. വഴിയിൽ വെച്ച് അവർ കാക്കഭുഷുണ്ഡി മഹർഷിയെയും കണ്ടു. അദ്ദേഹവും അവരോടൊപ്പം കൂടി. അങ്ങനെ എല്ലാവരും അയോധ്യയിലെത്തിയപ്പോൾ കൊട്ടാരത്തിന്റെ കവാടത്തിൽ കാവൽക്കാർ അവരെ തടഞ്ഞു നിർത്തി. വേഷം മാറി വന്നതുകൊണ്ട് കാവൽക്കാർക്ക് വന്നതാരാണെന്ന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാവൽക്കാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല. നിരാശയോടെ എല്ലാവരും തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ കാക്കഭുഷുണ്ഡി മഹർഷി തന്റെ കാക്കയുടെ രൂപം സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് പറന്നുപോയി. അവിടെയിരുന്ന വസിഷ്ഠ മഹർഷിക്ക് കാക്കയുടെ രൂപത്തിൽ വന്ന കാക്കഭുഷുണ്ഡി മഹർഷിയെ തന്റെ ദിവ്യ ദൃഷ്ടി ഉപയോഗിച്ച് തിരിച്ചറിയാൻ സാധിച്ചു. ഉടൻ തന്നെ മഹാദേവനും മാതാ പാർവതിയും മറ്റു ദേവീദേവന്മാരും പുറത്തുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പ്രഭു ശ്രീരാമനും മാതാ സീതയും കൊട്ടാരത്തിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് മഹാദേവനെയും മാതാ പാർവതിയെയും കൂടെ വന്ന എല്ലാ ദേവീദേവന്മാരെയും ആദരവോടെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യത്തിൽ പ്രഭു ശ്രീരാമന്റെയും സീതാമാതാവിന്റെയും വിവാഹം വളരെ ഭംഗിയായി പൂർത്തിയായി. പ്രഭു ശ്രീരാമന്റെയും സീതാമാതാവിന്റെയും വിവാഹവുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് സിയാറാം എന്ന് ടൈപ്പ് ചെയ്യൂ. ജയ് സിയാറാം, ജയ് ശ്രീറാം.